അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും സ്നേഹതീര ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധിയിൽ രാത്രി കൂട്ടായ്മയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പകലിലും കാലുകളിൽ തട്ടാതെ, കാലിലെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ സർവശക്തനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇരു കരങ്ങളിൽ ചേർത്തടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഭാരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ പലരെയും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ആമേൻ തളർത്തിയപ്പോൾ ഹല്ലേലൂയ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് പൂർവാധിക ശക്തിയോടെ മഹിമ കണ്ട സാക്ഷിയായി ഈ ഭൂമിയുടെ പരപ്പിൽ ജീവനോടായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഇരു കരങ്ങളിൽ ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അളവിൽ പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഹല്ലേലൂയ എത്രയോ വലിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ പാട്ട് ഒരു സംഗീതമല്ല, ഇത് ഉറക്കമില്ലാത്ത രാത്രികളുടെ സാക്ഷി. ഒറ്റപ്പെട്ട കുരുകലിന്റെ നിലവിളിയിൽ നിന്ന് ആമേൻ ശൂന്യ കബറിന്റെ ജയത്തിലേക്ക് ഉള്ള യാത്ര. നിന്റെ കണ്ണുനീർ വെറുതെയല്ല ആമേൻ, നിന്റെ ആമേൻ ഗുഹ അവസാനമല്ല ആമേൻ, നിന്റെ ജയിൽ ശിക്ഷയല്ല ആമേൻ. ഇന്ന് വിതയ്ക്കുന്ന കണ്ണുനീർ നാളെയുടെ ജയമായി പൊട്ടിത്തെളിയും ആമേൻ. ഹല്ലേലൂയ. വീട്ടിന്മേൽ കുരുകു പോലെ ആമേൻ ഒറ്റപ്പെട്ട് ഞാൻ നിന്നു, ഉറക്കമില്ല രാത്രികളിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ ആഴത്തിൽ ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആമേൻ ഇന്ന് വിതയ്ക്കുന്ന കണ്ണുനീർ നാളെയുടെ ജയമായി മാറുവാനിടയാകും. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വീട്ടിന്മേൽ കുരുകിൽ പോലെ ഒറ്റപ്പെട്ടു ഞാൻ നിന്നു, ഉറക്കമില്ല രാത്രികളിൽ കരഞ്ഞുകൊണ്ടിരുന്നു. കേൾക്കുന്നവർ ആരുമില്ല, മനസ്സിലാക്കാൻ ഒരുവനുമില്ല. പക്ഷേ ആ നിശബ്ദതയിൽ നീ എന്നോട് സംസാരിച്ചു. ഗുഹയിരുണ്ടിരുന്നാലും കൈവിടാതെ നീ നിന്നു. ജയിലിന്റെ വാതിലുകൾക്കപ്പുറം നീ ഭാവി ഒരുക്കി. ക്രൂശിലെ ഗാന്ധതയിൽ എന്റെ വില നീ കൊടുത്തു. ശൂന്യ ഖബറിന്റെ പ്രഭാതത്തിൽ എന്റെ പ്രത്യാശ ഉയർന്നു. ഇന്നെൻ കണ്ണീർ വിത്താകുന്നു, നാളെ എൻ ജയം പൊട്ടിത്തെളിയും. പ്രത്യാശ ഉയർന്ന് ഇന്ന് കണ്ണുനീർ വിത്താകുന്നു, നാളെ എൻ ജയം പൊട്ടിത്തെളിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. നാളെ എൻ ജയം പൊട്ടിത്തെളിയും. ഇന്നത്തെ എൻ്റെ കണ്ണുനീർ നാളത്തെ അനുഗ്രഹമായി, നാളത്തെ വിടുതലായി ഭവിക്കും. വചനം ഇങ്ങനെ പറയുന്നത്, കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്നേഹനിധിയായ
എല്ലാ നിലകളിലും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കണ്ണുനീരോടെ ആവശ്യഭാരത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ഹൃദയങ്ങളോടും ഓരോ ജീവിതങ്ങളോടും കൃത്യമായി ഇടപെടുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടുന്ന് ഒരുക്കണം, പുനർനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ ഇടയാകണം. വരും ദിനങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ സ്വർഗം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവവചനം പങ്കിട്ട് പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം മനുഷ്യർ അമേനെ നിറഞ്ഞ ലോകമാണ്, അല്ലേ? മനുഷ്യന്റെ പെരുപ്പം, ഹല്ലേലൂയ. എന്നാൽ ഹൃദയങ്ങൾ അമേൻ അതേ ശൂന്യമാണ്. ഹല്ലേലൂയ, ആമേൻ. ഹൃദയങ്ങൾ ആമേൻ ശൂന്യമാണ്. ഹല്ലേലൂയ. ശൂന്യമായ ലോകങ്ങൾ, ഹല്ലേലൂയ, കൂടെയാണ് നാം ആയിരിക്കുന്ന ഈ ലോകം. ആമേൻ. നാം ചുറ്റുപാട് നോക്കുമ്പോൾ വീടുകൾ നിരവധി ആമേൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ബഹുനില കെട്ടിടങ്ങൾ മനോഹരമായി പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുടുംബങ്ങളുണ്ട്, അല്ലേ? ഹല്ലേലൂയ, ആമേൻ. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട സദുദ്ദേശത്തോടുകൂടെ ദൈവം ആക്കിയ കുടുംബങ്ങൾ അനവധി നിരവധിയുണ്ട്. പക്ഷെ കുടുംബം ഇമ്പമില്ല എന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ. പല കുടുംബങ്ങളിലും ആമേൻ ഈ കൂടുമ്പോൾ ഇമ്പത്തിന് പകരം ആമേൻ നരകമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതേ, സഭകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അല്ലേ? ഹല്ലേലൂയ. വീടുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, സഭകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ആമേൻ. എന്നാലും ആമേൻ അത് ഇന്ന് രാത്രി ആമേൻ ഒരു ചോദ്യം ആവർത്തിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് വീടുണ്ട്, ആമേൻ. നിനക്ക് ഭാര്യയുണ്ട്, നിനക്ക് ഭർത്താവുണ്ട്, നിനക്ക് മക്കളുണ്ട്, നിനക്ക് ജോലിയുണ്ട്, നിനക്ക് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ആമേൻ ഇന്ന് രാത്രി ആമേൻ ചില സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ചിലർ ചോദിക്കുന്നു, ആമേൻ, ഉള്ളിന്റെ ഉള്ളിൽ എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. അതിനുള്ള ഉത്തരമാണ് ദൈവവചനം ഇന്ന് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഉള്ളിന്റെ ഉള്ളറകളിൽ ഇരുന്ന് ആമേൻ സ്വയം ചോദിച്ച് വിതുമ്പുന്ന ജീവിതങ്ങളോട്, സ്വയം ചോദിച്ച് കരയുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഓരോ ഉള്ളങ്ങളിലും പ്രവർത്തിക്കുന്ന രാത്രിയാണ്, പരിവർത്തിക്കുന്ന രാത്രിയാണ്. പാഴും ശൂന്യമായി പോയ ഭൂമിയെ പുനഃസ്ഥാപിച്ച, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ആ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട ആ പലതും ആമേൻ ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതത്തിൽ നൽകുക ദൈവം ശക്തൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ സങ്കീർത്തന പുസ്തകം, സങ്കീർത്തനങ്ങൾ 102:7 ആമേൻ
വായിച്ചാലും ആമേൻ ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരോട്, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന ചിന്തയോടായിരിക്കുന്നവരോട് ഇന്ന് രാത്രി ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ പോകുകയാണ്. വായിക്കാം. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികൽ പോലെയാകുന്നു. ഹല്ലേലൂയ. ആമേൻ. എല്ലാം ഉണ്ടെങ്കിലും അല്ലേ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ആമേൻ, വീട്, സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ആമേൻ നാം വായിച്ചു കേട്ട വചനം പോലെ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികൽ പോലെയാകുന്നു. പ്രിയരെ, ഇത് വെറും ഒരു സങ്കീർത്തന വാക്യമല്ല. ആമേൻ. ഇത് ഒരു മനുഷ്യന്റെ ഉള്ളം പൊട്ടിയ നിലവിളിയാണ്. ഇന്ന് രാത്രി ഉള്ളം പൊട്ടി നിലവിളിക്കുന്ന ചില ജീവിതങ്ങളെ, ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് ഇടപെടുകയാണ്. ഇത് ആമേൻ സങ്കീർത്തനക്കാരൻ ചുമ്മാ എഴുതിയതല്ല, ഇതൊരു മനുഷ്യന്റെ ഉള്ളം പൊട്ടിയ നിലവിളിയാണ്. ഹല്ലേലൂയ. ഉറക്കം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന്റെ കരച്ചിലാണ്. ഹല്ലേലൂയ. അതെ, ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ശരീരം കിടക്കയിൽ. ആമേൻ. ഹല്ലേലൂയ. അതെ, രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കയിൽ കിടക്കുന്നുണ്ടെങ്കിലും ആമേൻ, പക്ഷേ മനസ്സ് കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുകയാ. ആമേൻ. ഈ രാത്രിയിൽ പലരും കിടക്കയിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആമേൻ, കിടക്കയിൽ കിടക്കുന്ന ചില ജീവിതങ്ങളുടെ മനസ്സ് കൊടുങ്കാറ്റിൽ അകപ്പെട്ട ഒരു കപ്പൽ പോലെ, ആമേൻ, ഒരു തോണി പോലെ, ആമേൻ, ഒരു പടക് പോലെ, ആമേൻ, അതെ, ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, കണ്ണുകൾ അടഞ്ഞു, പക്ഷേ ചിന്തകൾ നിശബ്ദമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, കിടക്കയിൽ ശരീരം കിടന്നാലും കണ്ണുകൾ അടഞ്ഞാലും ഹൃദയത്തിനകത്ത് ചിന്തകൾ ആമേൻ നിശബ്ദമാകുന്നില്ല. ഇന്നത്തെ തലമുറയുടെ യാഥാർത്ഥ്യം ഇതാണ്. ആമേൻ. മരുന്ന് കഴിച്ചിട്ടും ഉറക്കമില്ല, ജനക്കൂട്ടത്തിനിടയിലും സമാധാനമില്ല, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ. ആമേൻ. കുരികിൽ വീട്ടിൽ മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. അതായത് അത് വീടിന്റെ ഭാഗമാണ്, അല്ലേ? കുരികിൽ വീടിന്റെ ഭാഗമാണ്, പക്ഷേ അത് ഒറ്റപ്പെട്ടതാണ്. ആമേൻ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചില ജീവിതങ്ങളുടെ അവസ്ഥ ഇതാണ്. ഹല്ലേലൂയ. കുടുംബത്തിനുള്ളിൽ ഒറ്റപ്പെടൽ. ആമേൻ. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, ഭാര്യയുണ്ട്, ജോലിയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആമേൻ, കുടുംബത്തിനുള്ളിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. സഭയുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്, ഹല്ലേലൂയ, കമ്മിറ്റിയുണ്ട്, കയാഞ്ചിയുണ്ട്, പക്ഷേ സഭയ്ക്കുള്ളിൽ ഒറ്റപ്പെടൽ. ഹല്ലേലൂയ. സുഹൃത്തുക്കൾക്കിടയിൽ ഒറ്റപ്പെടൽ. ആമേൻ. സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആമേൻ എണ്ണിയാൽ തീരാത്തത്രയുണ്ട്, പക്ഷേ ജീവിതത്തിൽ ആമേൻ അതെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സുഹൃത്തുക്കൾക്കിടയിൽ ഒറ്റപ്പെടൽ. ആമേൻ. ജോലിക്ക് പോയാൽ അവിടെ ഒറ്റപ്പെടുന്നു, പഠിക്കാൻ പോയാൽ അവിടെ ഒറ്റപ്പെടുന്നു, കുടുംബക്കാരുടെ ഇടയിൽ പോയാൽ ഒറ്റപ്പെടുന്നു, എവിടെ പോയാലും ഒറ്റപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ കേൾക്കൂ, ഇത് പരാജയത്തിന്റെ ചിത്രമല്ല. ആമേൻ. ഇത് രൂപാന്തരത്തിന്റെ തുടക്കമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 34:18. ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക്, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാലും വേഗത്തിൽ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ
രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ ക്ഷീണിച്ചവരെ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. ഇന്ന് രാത്രി ആത്മീയമായി മുന്നേറണമെന്ന് ആഗ്രഹിച്ച് പലപ്പോഴും തീരുമാനമെടുത്ത് നാവിനെ കടിഞ്ഞാണിട്ട് കേൾക്കുന്നവർക്ക് അരോചകമാകുന്ന രീതിയിൽ ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ പെരുമാറത്തില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് അവസരവാദിയെ പോലെ അവസരം കിട്ടുമ്പോൾ ആമേൻ തീരുമാനത്തെ തെറ്റിക്കുന്ന നിലവാരത്തിൽ അനേകര് സമൂഹത്തിൽ ആമേൻ അതെ അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി തിരുവചനം പറയുന്നു ആമേൻ ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ക്ഷീണിച്ചവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ആത്മീയ ജീവിതത്തെ ക്ഷീണിപ്പിക്കത്തക്ക വിധത്തിൽ ആമേൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ മുറിപ്പാടുകള്, ആമേൻ ആ വേദനകള്, ആ നൊമ്പരങ്ങള് ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ അതേ ഹൃദയം തകർന്നിരിക്കുന്നവരുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്നവർ അവരെ രക്ഷിപ്പാൻ ശക്തരാണ്. നിന്റെ ഹൃദയം തകർന്നിരിക്കാം, പക്ഷേ ദൈവം അകലെയല്ല, അവൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിനകത്ത് ഹൃദയം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ ഹൃദയത്തിന് സമാധാനം നൽകുവാൻ നിന്റെ അരികിലേക്ക് വരുന്നൊരു ദൈവം. ആമേൻ ഹൃദയം തകർന്നിരിക്കുന്നവർക്ക്, മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം. ഹല്ലേലൂയ. നിന്റെ ഹൃദയം തകർന്നിരിക്കാം, പക്ഷേ ദൈവം അകലെയല്ല കേട്ടോ, അവൻ അടുത്തിരിക്കുന്നു. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വേഗത്തിൽ വായിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 54-ാം അധ്യായം 7-ാം വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. ഒരു ചെറിയ നിമിഷം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും ആമേൻ മഹാകരുണ കൊണ്ട് ഞാൻ നിന്നെ ചേർക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ സഭയെ. ആമേൻ. ചെറിയ നിമിഷം മാത്രം. ഹല്ലേലൂയ. ആമേൻ. നോക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ മഹാകരുണ കൊണ്ട് ആമേൻ ചേർക്കും. ഹല്ലേലൂയ. ചെറിയ നിമിഷം മാത്രം. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അനുഭവങ്ങൾ. ഹല്ലേലൂയ. വേദനാജനകമായ അനുഭവങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ മഹാകരുണയുണ്ടല്ലോ, ശാശ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണിനും കനുവ് തോന്നാതിരുന്നപ്പോൾ കരുണാമയന്റെ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ ആ കണ്ണ് കരുണയുള്ള കണ്ണ് കേട്ടോ. ആ കണ്ണ് കരുണയുള്ള കണ്ണ. ആ കരുണയുണ്ടല്ലോ മഹാകരുണയാ, അത് ശാശ്വതമായി നിലനിൽക്കുന്നതാ. ഇന്ന് രാത്രി ഹല്ലേലൂയ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ശക്തിയായ ആമേൻ ദൈവത്തിന്റെ ഉൾനട്ട വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ചിലരെ ശക്തീകരിക്കുന്നു, ചിലരെ ബലപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിന്റെ ഉറക്കമില്ലാത്ത രാത്രി, നിന്റെ ആത്മീയ ജാഗരണത്തിന്റെ രാത്രിയാണ്. ആമേൻ. നീ ഏകാന്തതയെ ആമേൻ നിന്റെ ഉയർച്ചയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. നീ ചോദിച്ചുവോ എന്റെ ജീവിതം ഇങ്ങനെയാണോ? ഹല്ലേലൂയ. ആമേൻ. കാലങ്ങളായി ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കകത്ത് എന്നാണ് ഒരു അറുതി ഉണ്ടാകുക? ഹല്ലേലൂയ. എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണോ? ഹല്ലേലൂയ. ആമേൻ. ദൈവം പറയുന്നു ഇത് തുടക്കം മാത്രം. ഹല്ലേലൂയ. ഇത് തുടക്കം മാത്രം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കണ്ണുനീർ വെറുതെയല്ല, നിന്റെ ശബ്ദത ശൂന്യമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആമേൻ ഗുഹ ശാപമല്ല. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒറ്റപ്പെട്ട കുരികിൽ ആമേൻ രാജകീയ പദവിയായി ഉയരും. ഹല്ലേലൂയ. ഉറക്കമില്ലാത്ത രാത്രി സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. തകർന്ന ഹൃദയം നവോത്ഥാനത്തിന്റെ പാത്രമാകും. ഹല്ലേലൂയ.
നിന്റെ ഒറ്റപ്പെടൽ നിന്റെ അവസാനമല്ല. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? അത് നിന്റെ ജയത്തിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വിശ്വസിക്കുന്നവർ ആമേൻ ആമേൻ എന്ന് ടൈപ്പ് ഇട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒറ്റപ്പെടൽ ശിക്ഷയല്ല, ദൈവത്തിന്റെ ഒരുക്കമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒറ്റപ്പെട്ട ആമേൻ വ്യക്തി ജീവിതങ്ങൾ കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്നവർ ശ്രദ്ധിക്കുക. ഒറ്റപ്പെടൽ ശിക്ഷയല്ല, ദൈവത്തിന്റെ ഒരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ശൗമേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. വേഗത്തിൽ വായിക്കാം. Thank you, Jesus. Hallelujah. Amen, Jesus. 1 ശൗമേൽ 22:1. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതുല്യ ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനം ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. ശ്രദ്ധിച്ചേ, ദാവീദ് ആമേൻ അവിടെ നിന്ന് ആമേൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? ഓടി അല്ലേ? ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതുല്യ ഗുഹയിലേക്ക് ഓടിപ്പോയി. ദാവീദ് അവിടെ നിന്നും ആമേൻ ഓടി അതുല്ല ഗുഹയിലേക്ക് പോയെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വചനത്തിൽ നാം ശ്രദ്ധിച്ചാൽ, വചനത്തിൽ നാം നോക്കിയാൽ, ദൈവം ഉപയോഗിച്ച ഓരോ മനുഷ്യരും ഒറ്റപ്പെട്ട ആമേൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ദാവീദ് ഇതിനോടകം അഭിഷേകം പ്രാപിച്ചവനാണ്. ഹല്ലേലൂയ. സാധാരണ ഒരു മനുഷ്യനല്ല കേട്ടോ. ഹല്ലേലൂയ. അഭിഷേകമുള്ള ആമേൻ ഒരു മനുഷ്യനാണ് ദാവീദ്. ഹല്ലേലൂയ. ശൗമേലിന്റെ ആമേൻ 1-ാം പുസ്തകം ആമേൻ 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ആമേൻ ശൗമേൽ അവനെ ആമേൻ അഭിഷേകം ചെയ്യുവാനായിട്ട് ആമേൻ പ്രവാചകൻ അവന്റെ ഭവനത്തിലേക്ക് എത്തപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വായിച്ചാട്ടെ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്നും ഞാൻ ശൗലിനെ തള്ളി എന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അവന്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാണ് യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്ക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. നോക്കുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് പട്ടണത്തിൽ ആമേൻ അവന്റെ വരവ് കണ്ട് മൂപ്പന്മാരൊക്കെ എന്ത് ചെയ്തു? വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവിൻ എന്ന് പറഞ്ഞു. അവൻ ഈശായെയും അവന്റെ
മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷേകത്തിന് ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു. ഇന്ന് രാത്രി മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ പുറമെയുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കുവാൻ, പെരുമാറുവാൻ അറിയത്തില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. പുറമേ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആമേൻ കേൾക്കാനും അറിയാനും ഒക്കെ താല്പര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞു, ആമേൻ, ഞാൻ പുറമേ ഉള്ളതല്ല നോക്കുന്നത്, ഞാൻ ഹൃദയത്തെയാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഹൃദയങ്ങളെ മനസ്സിലാക്കി സംസാരിക്കുന്ന ആരുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ആമേൻ, ശൗമേൽ അവനെ എണ്ണയാൽ അഭിഷേകം ചെയ്തു. എന്നാൽ ശ്രദ്ധിക്കൂ, അഭിഷേകത്തിനും ആമേൻ സിംഹാസനത്തിനും ഇടയിൽ ഒരു ഗുഹ ഉണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയത്തിന്റെ കുറവ് കൊണ്ട് നിങ്ങൾ താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും. ആമേൻ. ആമേൻ. ഭവനത്തിൽ ഇല്ലാതിരുന്ന ദാവീദിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവനെ എന്ത് ചെയ്യാണ്? അഭിഷേകം ചെയ്യുകയാണ്. അല്പം കൂടെ താഴോട്ട് വായിച്ചു. ഇപ്പൊ വായിച്ചു നിർത്തിയതിന്റെ താഴോട്ട്. അങ്ങനെ ഈശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഈശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേലിനോട് ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാവുന്നു എന്ന് പറഞ്ഞു. അവൻ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇളയവൻ ആമേൻ വീട്ടിലില്ല കേട്ടോ. ഹല്ലേലൂയ. അവൻ ജോലിയുമായിട്ട് ആമേൻ ആടുകളുമായിട്ട് ആമേൻ അതേ വയലിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വീട്ടിലുള്ളവനെ സെലക്ട് ചെയ്തില്ലെന്ന്. ഹല്ലേലൂയ. പുറമേ ഉള്ള തടിമെടുക്കൊന്നും ദൈവത്തിന് ആവശ്യമില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതെ, യുദ്ധം അറിയാം. ആമേൻ. യുദ്ധത്തിനുള്ള ആമേൻ ക്രമങ്ങളെല്ലാം അറിയാം, സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആമേൻ അതെ അവിടെ ആവശ്യം വന്നില്ല. ആമേൻ. അവിടെ ആമേൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരുവനെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ അവിടെ ഇല്ല. അവൻ എവിടെയാ? വയലില ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാ. ആമേൻ. വായിച്ചാട്ടെ. ശമൂവേൽ ഈശായിയോട് ആളെ അയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളെ അയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. നോക്കണേ. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തെന്ന്. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നെന്ന്. ഹല്ലേലൂയ. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നവരുടെ മേലൊന്നും ആമേൻ തൈലം വീണില്ല, ആത്മാവ് വന്നില്ല. ആമേൻ. അതേ ജോലിയുമായി ആമേൻ വനാന്തരത്തിലായിരുന്ന ഇളയവനെ വിളിച്ച്
അവനെ അഭിഷേകം ചെയ്ത് അവന്റെ മേൽ ആത്മാവ് വരുവാൻ തക്കവണ്ണം ഇടയായി. ശ്രദ്ധിക്കണമേ, ദാവീദ് അവിടെ നിന്നും ഒഴിഞ്ഞ് അവൻ അതുള്ള ഗുഹയിലേക്ക് പോയി. അവൻ ഓടിപ്പോയി, അവൻ ഭയപ്പെട്ടു, അവൻ അനിശ്ചിതത്വത്തിൽ ആയിരുന്നു, അവൻ ഒറ്റപ്പെട്ടു. അവൻ അഭിഷേകം ഉണ്ടായിരുന്നു കേട്ടോ, ഹല്ലേലൂയ. വാഗ്ദാനം ഉണ്ടായിരുന്നു കേട്ടോ, ഹല്ലേലൂയ. പക്ഷേ യാഥാർത്ഥ്യം, ഹല്ലേലൂയ, എന്തായിരുന്നു? ഗുഹ. പ്രൈസ് ദി ലോർഡ്. ദൈവം സെലക്ട് ചെയ്തവനാണ്. ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേലുണ്ട്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനം അവന്റെ മേലുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആമേൻ, യാഥാർത്ഥ്യം എന്തായിരുന്നു? ഗുഹയാണ്, ഹല്ലേലൂയ. ആമേൻ. അവൻ ഗുഹയിൽ ഒളിക്കേണ്ട സിറ്റുവേഷൻ അവന്റെ ജീവിതത്തിൽ വന്നെന്ന് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്ത് പങ്കാളിത്തം വഹിക്കുന്ന ചില ജീവിതങ്ങളോട് പറയാം, ദൈവം നിന്നെ സെലക്ട് ചെയ്തു. നിന്റെ വീട്ടിൽ തടിമിടുക്കന്മാരുണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ചേട്ടന്മാരുണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ പലരും ഉണ്ടായിരുന്നു. ആമേൻ. അവരെ ഒന്നും ദൈവം സെലക്ട് ചെയ്തില്ല. ആമേൻ. ശൗലിനെ തള്ളിയിട്ട് ആ സ്ഥാനത്ത് ഇരിക്കുവാൻ യോഗ്യനായ ഒരുവനെ ദൈവം കണ്ടു, ഹല്ലേലൂയ. അവനെ വിളിച്ച് അഭിഷേകം ചെയ്തതുപോലെ ആമേൻ നിന്നെ വിളിച്ച് ആമേൻ ദൈവത്തിന്റെ അഭിഷേകം ആമേൻ നിന്റെ മേൽ പകർന്ന്, ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്ന്, ദൈവിക വാഗ്ദത്തങ്ങൾ നിന്നെ കേൾപ്പിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിലും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ആമേൻ. ദാവീദ് ഗുഹയ്ക്കകത്ത് ഓടിപ്പോയി ഒളിച്ചതുപോലെ പലപ്പോഴും ഓടി ഒളിക്കേണ്ട അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അവൻ ഒളിക്കാൻ കാരണം എന്തെന്നറിയാമോ? അവന്റെ ഭാര്യയുടെ പിതാവ് അവനെ കൊന്നുകളയുവാൻ, പലപ്പോഴും കുന്തം കൊണ്ട് കുത്തുവാൻ എന്ത് ചെയ്യാണ്? തയ്യാറാകുകയാണ്, ഹല്ലേലൂയ, ആമേൻ. ഇതുപോലെ അടുത്ത ബന്ധത്തിലായിരിക്കുന്നവർ നിന്നെ കുത്തുവാൻ നോക്കൂ, നിന്നെ വെട്ടുവാൻ നോക്കൂ, ആമേൻ, നിന്നെ തകർക്കുവാൻ നോക്കൂ. ആമേൻ. അഭിഷേകമുള്ളവൻ, ആമേൻ, വാഗ്ദത്തമുള്ളവൻ, ആമേൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ ആ പ്രതിസന്ധിയിൽ ആമേൻ ഓടി ഒളിക്കുകയാണ്, ഹല്ലേലൂയ. ആരുടെയെങ്കിലും ജീവിതകഥയാണോ ഇന്നിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആമേൻ. നിനക്ക് വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ദൈവം നിന്നെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ നീ ഇപ്പോൾ കാണുന്നത് ഇരുണ്ട ഗുഹയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപമല്ല, ഗുഹ ശാപമല്ല, ആമേൻ, പരിശീലനശാലയാണ്. ഗുഹയിൽ ദാവീദ് എന്താണ് പഠിച്ചത്? ഹല്ലേലൂയ, ആമേൻ. അതെ, ദാവീദ് പഠിച്ചത് എന്താണെന്നറിയോ? ഹല്ലേലൂയ, ആമേൻ. അവൻ ദൈവത്തിൽ ആശ്രയിക്കാനാണ് പഠിച്ചത്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം ചിലത് ആമേൻ അതെ നൽകുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ നിന്നെ പഠിപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, നിനക്കെതിരെ ആമേൻ അതെ ആമേൻ കുന്തം പോലെയുള്ള പ്രശ്നങ്ങൾ ആമേൻ തൊടുത്തുവിടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ മേൽ അഭിഷേകമുണ്ട്, ആമേൻ, നിനക്കൊരു കോളിംഗ് ഉണ്ട്, ആമേൻ. നീ ഭാവിയിൽ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യത്തെ ഭരിക്കേണ്ട രാജാവാണ്, ആമേൻ. അതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത അമ്പുകൾ നിനക്കെതിരെ തൊടുത്തുവിടുകയാ, ആമേൻ. നിന്നെ മറ്റാരും എത്തപ്പെടാത്ത ഗുഹയ്ക്കകത്ത് നീ എത്തപ്പെടേണ്ടി വരികയാ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കാനാണ് പഠിച്ചത്, മനുഷ്യരെക്കാൾ ദൈവത്തിൽ വിശ്വസിക്കാനാണ് പഠിച്ചത്, ഹല്ലേലൂയ, ആമേൻ. യുദ്ധങ്ങൾക്ക് മുമ്പ് ആരാധിക്കാനാണ് പഠിച്ചത്, ഹല്ലേലൂയ. ഗുഹ ദാവീദിനെ ഒളിപ്പിച്ചില്ല, അതവനെ രൂപപ്പെടുത്തി, ആമേൻ. ഇന്നത്തെ പ്രശ്നം, ഇന്നത്തെ പ്രതികൂലം, ഇന്നത്തെ പ്രതിസന്ധി ആമേൻ നിന്നെ തകർക്കാനല്ല, അത് നിന്നെ രൂപപ്പെടുത്തിയെടുക്കാനാണ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 57:1 ഹല്ലേലൂയ, ആമേൻ, അതെ, താൻ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് ആമേൻ എഴുതുവാൻ ഇടയായി തീർന്നത്. ഇപ്രകാരമാണ് 57-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ. ഗുഹയ്ക്കകത്തിരുന്ന് എഴുതിയ ആമേൻ ഒരു ആമേൻ സന്ദേശമാണ്, സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം.
സങ്കീർത്തനം. എന്റെ ആത്മാവേ, 57 സങ്കീർത്തനം, ആമേൻ, 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എന്റെ ആത്മാവേ, ദൈവത്തിൽ ആശ്രയിക്ക. ആമേൻ. ഗുഹയിൽ നിന്നാണ് ആമേൻ സങ്കീർത്തനങ്ങൾ ആമേൻ ജനിക്കുവാനിടയായ. ഹല്ലേലൂയ. ആമേൻ. ഏകാന്തതയ്ക്കകത്ത് നിന്നാണ് ദൈവിക വെളിപ്പാടുകൾ ഹല്ലേലൂയ പുറത്തേക്ക് വന്നത്. ഹല്ലേലൂയ. ഗുഹയിൽ നിന്നാണ് ഒരു രാജാവിന്റെ ഹൃദയം രൂപപ്പെട്ടത്. ആമേൻ. കേൾക്കൂ സഭയെ, നിന്റെ ഗുഹ നിന്റെ അപമാനമല്ല, ആമേൻ, നിന്റെ നിയമനമാണ്. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ് എന്ന് തോന്നാം, പക്ഷേ ദൈവം നിന്നെ മറച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഓടിപ്പോയി എന്ന് തോന്നാം, ഹല്ലേലൂയ, പക്ഷേ ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ആമേൻ. നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നാം, പക്ഷേ ദൈവം നിന്നെ തയ്യാറാക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ അതാണ് നാം വായിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു, നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അതെല്ലാം ഗുഹയിൽ ആമേൻ. ഹല്ലേലൂയ. ദാവീദ് ആമേൻ പേടിച്ച് ഹല്ലേലൂയ കയറി, അല്ലേ? ഒരു യൗവനക്കാരൻ, ഒരു യുവാവ്, സ്തോത്രം, ജോലിയുമായി വനാന്തരത്തിലായിരുന്നപ്പോൾ അവനെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് അവനെ അഭിഷേകം ചെയ്തിട്ട് ആമേൻ അവന് വാഗ്ദാനം കൊടുത്തിട്ട് അവന് നിയമനം കൊടുത്തിട്ട് ഹല്ലേലൂയ അവൻ ഇപ്പോഴായിരിക്കുന്നത് എവിടെയാ? അദുല്ലാം ഗുഹയിലാണ്. അവിടെ പേടിച്ച് കയറി, പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു രാജാവിന്റെ ആത്മാവായി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ഇരുണ്ട കാലഘട്ടം നിന്റെ ഉയർച്ചയുടെ മുമ്പുള്ള ഘട്ടമാണ്. ഹല്ലേലൂയ. നിന്റെ ഗുഹ നിന്റെ കിരീടത്തിന്റെ മുമ്പുള്ള വഴിയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നീ ഗുഹയിലായിരിക്കാം, നാളെ നീ സിംഹാസനത്തിലായിരിക്കും. കാരണം ഗുഹ രാജാവിനെ ഉണ്ടാക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 20-21 വാക്യം വായിക്കാം. ഹല്ലേലൂയ. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി കാരാഗൃഹത്തിന്റെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണിയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവന്റെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരകനായിരുന്നു. ഹല്ലേലൂയ. ജയിലിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ആമേൻ എത്തപ്പെടുന്ന ആമേൻ ഒരു മനുഷ്യന്റെ അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് ആമേൻ ജയിലിലാക്കി. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 20-ാം വാക്യം. ആമേൻ. ഹല്ലേലൂയ. എന്താ വായിക്കുന്നത്? യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. ഇപ്പോഴേ ആമേൻ അതെ നിയോഗമുള്ള, സ്വപ്നമുള്ള, ദർശനമുള്ള യോസേഫ് കിടക്കുന്നത് എവിടെയാണ്? കാരാഗൃഹത്തിൽ. പക്ഷെ യഹോവ ആമേൻ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കണ്ടോ? അവൻ കിടക്കുന്നത് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് കാരാഗൃഹത്തിലാണ്.
പക്ഷെ അവനോട് കൂടെ ആരുണ്ട്? യോസേഫ് ഉണ്ട്. സോറി, യഹോവയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇത് വെറും ചരിത്രമല്ല, ഇത് ആത്മീയ സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ ആമേൻ കൈവിട്ടപ്പോൾ, ഹല്ലേലൂയ, സഹോദരങ്ങൾ കൈവിട്ടപ്പോൾ, ഉറ്റവരും ഉടയവരും കൈവിട്ടപ്പോൾ, ഹല്ലേലൂയ, യോസേഫ് സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തം സഹോദരങ്ങൾ അവനെ കൈ ഒഴിഞ്ഞപ്പോൾ, അവനെ കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞപ്പോൾ, അവനെ കുറിച്ച് അപവാദം പറഞ്ഞ് അവനെ ഒതുക്കാൻ നോക്കിയവരുള്ളപ്പോ, അല്ലേ, മനുഷ്യർ അവനെ കൈവിട്ടപ്പോ, ആമേൻ, സ്വപ്നമുള്ള യോസേഫ്, ആമേൻ, അവൻ ഒറ്റപ്പെട്ട ഏകാന്തതയിൽ അവനോട് കൂടെ ഒരുവനുണ്ടായിരുന്നു. അത് സർവശക്തനായ ദൈവമാണ്. എന്നാൽ സ്വപ്നം കണ്ട നാളിൽ തന്നെ സിംഹാസനം അവന് ലഭിച്ചില്ല. സ്വപ്നം അവന് കൊടുത്തത് അവനോട് കൂടെയായിരുന്ന ദൈവമാണ്. ദർശനം അവന് കൊടുത്തത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. ആ ദർശനം കൊടുത്ത അതേ നിമിഷത്തിൽ തന്നെ ആമേൻ, ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്കല്ല അവൻ എത്തപ്പെട്ടത്. ഹല്ലേലൂയ. ആമേൻ. അവൻ ദർശനം കണ്ടയോടനെ, സ്വപ്നം കണ്ടയോടനെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ പ്രതീക്ഷിച്ചതിന് വിപരീതമാണ്. ഹല്ലേലൂയ. സ്വന്തം സഹോദരങ്ങൾ അവനെ വിറ്റുകളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദർശനമുള്ളവനെ, ആമേൻ, ദൈവിക പദ്ധതിയുടെ ഭാഗമായി, ആമേൻ, ഉയർത്തുവാൻ ദൈവം കണ്ടിരിക്കുന്നവന്റെ നേരെ ആദ്യം, ആമേൻ, ഉണ്ടാകുന്ന അനുഭവം സ്വന്തം സഹോദരങ്ങളിൽ നിന്നാണ്. സ്വന്തം സഹോദരങ്ങള് കിട്ടിയ കാശിന് അവനെ വിറ്റ് കളഞ്ഞു. ഹല്ലേലൂയ. സ്വന്തമെന്ന് പറയുന്നവരാണ് ആദ്യം അഭിഷേകമുള്ള നിനക്കെതിരെ എഴുന്നേൽക്കുന്നത്. അത് ഭർത്താവാകാം, അത് ഭാര്യയാകാം, അത് മക്കളാകാം, ആമേൻ, അത് അപ്പനാകാം, അമ്മയാകാം, കുടുംബത്തിലെ ആരുമാകാം. ഹല്ലേലൂയ. പുറത്തുള്ള ആരുമാകാം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നിന്റെ മേലുണ്ടോ? ദർശനം നിന്റെ മേലുണ്ടോ? ഹല്ലേലൂയ. നിയോഗം നിന്റെ മേലുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെതിരെ, ആമേൻ, അതെ, എഴുന്നേറ്റ് വന്നത് അവന്റെ കുടുംബത്തിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബത്തിലുള്ളവർ മാത്രമല്ല, ആമേൻ, അതെ, രാജ്യത്തെ ഒന്നടങ്കമായി വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത്, അല്ലേ, സ്തോത്രം. ദാവീദ് പറയുന്നത് എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആ മക്കളെതിരായത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നിന്റെ മേലുണ്ടോ? നിയോഗം നിന്റെ മേലുണ്ടോ? ആമേൻ. ഒരു രാജകീയ സിംഹാസനം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉണ്ടെങ്കിൽ ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ അനുഭവമായി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ യോസേഫിന്റെ ജീവിതത്തിൽ സമാനമായ വിഷയങ്ങൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. സഹോദരങ്ങൾ അവനെ 30 വെള്ളിക്കാശിന് വിറ്റെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഭർത്താക്കന്മാരെ വിൽക്കുന്നവരുണ്ട്, ഇല്ലേ? ഭാര്യമാരെ വിൽക്കുന്നവരുണ്ട്, മക്കളെ വിൽക്കുന്നവരുണ്ട്. ആമേൻ. കിട്ടുന്ന കാശിന്, ആമേൻ, പുട്ടടിക്കാൻ വേണ്ടി, ആമേൻ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ലോകമാണ്. ഈ കഴിഞ്ഞ പകലില്, ആമേൻ, ഞാൻ കണ്ട ഒരു വാർത്ത ഇപ്രകാരമാണ്. ആമേൻ. ഒരു ഭാര്യയും ഭർത്താവും, ആമേൻ, വിദേശ രാജ്യത്ത് ഒരുമിച്ച് ജീവിച്ചു വരവേ, ആമേൻ, ഭാര്യയ്ക്ക്, ആമേൻ, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ആമേൻ, ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബോയ് ഫ്രണ്ടും ഈ ഭാര്യയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും നടത്തുന്ന കാര്യം ഭർത്താവ് അറിഞ്ഞിട്ട്, ആമേൻ, അത് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്ത ഭർത്താവിനെ എങ്ങനെയെങ്കിലും, ആമേൻ, വകവരുത്തണം. അതിനുവേണ്ടി ഒരിക്കൽ, ആമേൻ, ഈ ബോയ് ഫ്രണ്ട്, ആമേൻ, അത് മുഖമൊക്കെ മറിച്ച് ഒരു റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുള്ളപ്പോൾ തന്നെ, ആമേൻ, കൊലപ്പെടുത്തുവാനായി, ആമേൻ, കടാരയുമായി വന്നു. ആമേൻ. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട്, ആമേൻ,
ഈ ഭർത്താവിനെ വകവരുത്തുവാൻ ആമേൻ സൈനൈഡ് എന്ന് പറയുന്ന വിഷം ആമേൻ അതെ തന്റെ ബോയ് ഫ്രണ്ടും വഴി കിട്ടിയ ആ സാധനം തന്റെ ഭർത്താവിന്റെ ആഹാരത്തിലൂടെ അത് കൊടുത്ത് തന്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചു പോയെന്ന് ആമേൻ അതെ പറഞ്ഞു ആമേൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആമേൻ. എന്നാൽ അതിനിടയിൽ ആമേൻ ചാറ്റും ചീറ്റും നടത്തിയപ്പോ ആമേൻ ഞാൻ ആമേൻ ഭർത്താവിനെ തീർക്കാനുള്ള പരിപാടിയൊക്കെ ഇണക്കിയിട്ടുണ്ട്. ആമേൻ. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളും ഇങ്ങനെയുള്ള ചാറ്റുകളും ഒക്കെ ആമേൻ സൈബർ ലോകം ആമേൻ പിടിച്ചു. ആമേൻ. വർഷങ്ങൾ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ആമേൻ സൈനൈഡ് അകത്ത് ചെന്നിട്ട് മരണപ്പെട്ടതെന്നുള്ള ആമേൻ റിപ്പോർട്ട് ആമേൻ സൈബർ ലോകത്ത് നിന്ന് ആമേൻ മൊബൈൽ വഴി നടത്തിയ സംഭാഷണങ്ങൾ വച്ച് ആമേൻ അവരെ രണ്ടുപേരെയും ശിക്ഷയ്ക്ക് വിധിച്ചു. ആമേൻ ജീവപര്യന്തം ആമേൻ 27 22 വർഷങ്ങൾ ജയിലിൽ കഴിയുവാൻ ആമേൻ അതേ വിധി. നോക്കണേ, രണ്ടുപേർക്കും ജോലി, രണ്ടുപേരും വിദേശത്ത്. പക്ഷേ ജോലിയുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കി കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ കുടുംബം തകരുവാൻ കാരണം സ്വാർത്ഥത. നോക്കണേ, ദൈവം കണ്ടിരിക്കുന്ന ദാവീദിനെ തകർക്കാൻ നോക്കി, ദൈവം കണ്ടിരിക്കുന്ന യോസെഫിനെ തകർക്കാൻ നോക്കി. ഇവിടെ യോസെഫിനെ തകർക്കാൻ നോക്കുന്നത് ആമേൻ ആരാ? സ്വന്തം സഹോദരങ്ങൾ. ദാവീദിന്റെ ജീവിതത്തിൽ മീകള ഭാര്യ എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നേ? എന്തിനാ ഇങ്ങനെ ചാടുന്നേ? എന്തിനാ ഇങ്ങനെ തുള്ളുന്നേ? മീകളായ ഭാര്യയ്ക്ക് ആരാധന താല്പര്യമില്ല, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ താല്പര്യമില്ല, ലോകപ്രകാരം ജീവിക്കണം. എന്നാൽ ആമേൻ ദാവീദാകട്ടെ ആമേൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന എന്റെ കയ്യിലിരുന്ന ആമേൻ വടിയെ മാറ്റിയിട്ട് ഈ രാജകീയ ദണ്ഡ് പിടിക്കുവാനുള്ള യോഗ്യത എനിക്ക് നൽകി തന്ന എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് ഇങ്ങനെ തുള്ളാതിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ നൃത്തം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദാവീദ ആമേൻ എഴുതിയത് ആമേൻ യഹോവ എന്റെ ഞെരുക്കത്തിന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന എന്റെ അനുഭവത്തെ മാറ്റി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുഴയുന്ന അവസ്ഥയിലാണോ ആമേൻ ദാവീദേ നീ ആയിരിക്കുന്നത്? ആമേൻ നിനക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആമേൻ നിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുകയാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദാവീദുമാരെ, ദർശനമുള്ള യോസെഫുമാരെ, സ്വന്തം സഹോദരങ്ങൾ ആമേൻ കിട്ടിയ കാശിന് വിറ്റതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ നിന്നെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന അനുഭവങ്ങൾ ആമേൻ വീട്ടിന്റെ ആമേൻ അതേ മുകളിൽ തനിച്ചിരിക്കുന്ന ആ കുരുകിലിനെ പോലെ കരയുന്ന അനുഭവം നിനക്കുണ്ടോ? ഹല്ലേലൂയ. സഹോദരങ്ങൾ വിറ്റത് മാത്രമല്ല, വീട്ടിൽ നിന്ന് അകന്നു. സ്വന്തം സഹോദരങ്ങൾ മുഖാന്തരം യോസെഫിനുണ്ടായ ചില വേദനാജനകമായ അനുഭവങ്ങളാണ് വചനം പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് അവൻ അകന്നു പോകേണ്ടി വന്നെന്ന്. ഹല്ലേലൂയ. തന്റേതല്ലാത്ത കാരണത്താൽ അതേ സഹോദരങ്ങൾ മുഖാന്തരമുണ്ടായ കാരണങ്ങളാൽ ആമേൻ സ്വന്തം വീട്ടിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു. മാത്രമല്ല യോസെഫിനെ കുറിച്ച തെറ്റായ ആരോപണം. യോസെഫ് നിരപരാധിയാണ്. ആമേൻ. യോസെഫ് ആമേൻ നിരപരാധിയാണ്. ആമേൻ. യോസെഫിന്റെ ഉടുതുണി പറിച്ചു വെച്ചിരിക്കുന്ന ഒരു കൊച്ചമ്മയുണ്ട്. ഹല്ലേലൂയ. അതാരാ? പോത്തിഫേറിന്റെ ഭാര്യ. ആമേൻ. പോത്തിഫേറിന്റെ ഭാര്യ ആമേൻ ദർശനമുള്ള ആമേൻ സിംഹാസനത്തിലേക്ക് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആമേൻ യോസെഫിന്റെ ഉടുതുണി പറിച്ചു വെച്ച ഒരു കൊച്ചമ്മ. ആമേൻ. ആ വിഷയത്തിനകത്ത് അവനെ അപമാനപ്പെടുത്തുവാൻ അല്ലേ തെറ്റായ ആരോപണം.
അഭിഷേകമുള്ള ആമേൻ നിന്നെ കുറിച്ച് ആമേൻ തെറ്റായ ആരോപണങ്ങൾ ആമേൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എന്തായിരുന്നു യോസെഫിനെ കുറിച്ചുള്ള തെറ്റായ ആരോപണം? അവൻ പച്ചയ്ക്ക് പറഞ്ഞാൽ പെണ്ണുപിടിയനാണ്. ഹല്ലേലൂയ, ആമേൻ. ആ പെണ്ണിനോട് ഈ പെണ്ണിനോട് അല്ലേ ഇന്നത്തെ പ്രശ്നം? അതല്ലേ യോസേഫേ, നിന്നെ വീട്ടിൽ നിന്ന് ആമേൻ അതെ ഇറക്കിക്കൊണ്ടുപോയത്. ഹല്ലേലൂയ, നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് ആമേൻ എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ, നീ ഇറങ്ങിപ്പോയതല്ല, നിന്നെ ഇറക്കി വിട്ടത്. ആമേൻ, സഹോദരങ്ങൾക്ക് ആഹാരം കൊണ്ടു കൊടുക്കുവാൻ ഇറക്കി വിട്ടതാ അല്ലേ? ആമേൻ, ഇറക്കി വിട്ട ആമേൻ മകൻ ആമേൻ മൃഗങ്ങൾ കൊന്നു എന്ന് വരുത്തി തീർക്കാൻ ആമേൻ അതെ വസ്ത്രത്തെ ആമേൻ ചോര ആമേൻ പിടിപ്പിച്ച് അടയാള സഹിതം കൊണ്ട് കാണിക്കുക. ആരാ? സ്വന്തം സഹോദരങ്ങൾ. അങ്ങനെ അപ്പൻ ആ കഥയൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ യോസേഫ് ഇപ്പോഴും ജീവനോടെയുണ്ട്. ഹല്ലേലൂയ. ആ യോസേഫ് എത്തപ്പെടുന്നിടത്തൊക്കെ അവനെ ഏതെങ്കിലും വിധത്തില് അസ്വസ്ഥനാക്കി അവനെ തകർക്കാൻ അവൻ ക്ഷണിക്കാതെ കണ്ട് അവന്റെ കൂടെ കൂടുന്ന ചില പ്രശ്നങ്ങൾ. ആമേൻ. ഇന്ന് രാത്രി ഇതുപോലെ ചില പ്രശ്നങ്ങൾ വിടാതെ കണ്ട് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്തുടരുന്നുണ്ട്. അതെ, തെറ്റായ ആരോപണം. ആമേൻ. ആ കാരണത്താൽ ഒറ്റപ്പെട്ട ജയിലു മുറിയിൽ ആമേൻ അവൻ എത്തപ്പെട്ടു. സ്തോത്രം. നോക്കിക്കേ, വീട്ടിലെ ഇളയ മകനാണ്. ആമേൻ. അവന് സ്വപ്നം ദൈവം കൊടുത്തു. ആമേൻ. ആ ദർശനം അവന് ദൈവം കൊടുത്തു. ആ ഒറ്റ കാരണത്താൽ ആമേൻ സ്വന്തം സഹോദരങ്ങൾ അവനെതിരായി ആമേൻ അവനെ കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞു. ആമേൻ. അവൻ എത്തപ്പെട്ടെടുത്തും വിടുന്നില്ല. ആമേൻ. പോത്തിഫേറിന്റെ ഭാര്യ ആമേൻ അവന്റെ ഉടുതുണി പറിച്ചു വെച്ചിട്ട് തെളിവ് കാണിക്കുക. ഇന്ന് പലരും ഇതേപോലെ കണ്ടോ? തെളിവ് കണ്ടോ? ആമേൻ. യോസേഫേ, നിന്നെ തെളിവ് കാണിച്ച് കുടുക്കാൻ വേണ്ടി നോക്കുന്നവർ കുടുങ്ങുന്നതല്ലാതെ നീ കുടുങ്ങത്തില്ല. ആമേൻ. യോസേഫിന്റെ ഉടുതുണി പിടിച്ചു വെച്ചിട്ട് ആമേൻ ഇവൻ ആമേൻ പെണ്ണ് പിടിയനാണെന്ന് അല്ലെങ്കിൽ ആമേൻ തെറ്റായ ജീവിക്കുന്നവനാണെന്ന് വരുത്തി തീർക്കാൻ ഹല്ലേലൂയ ചമച്ചുണ്ടാക്കിയ കഥ പൊളിഞ്ഞെന്ന്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ജീവിതങ്ങളോട് ആമേൻ അതേ വീട്ടിന്റെ അകത്ത് തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആമേൻ ചില വിഷയത്തിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ നീ? തീർന്നില്ല. അവൻ എത്തപ്പെട്ടത് ആമേൻ ഹല്ലേലൂയ ജയിലിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എത്തപ്പെട്ടത് ആമേൻ ജയിൽ മുറിക്കകത്താണ്. ആമേൻ. സ്വപ്നമുണ്ടായവൻ. ഹല്ലേലൂയ. പക്ഷെ ചുറ്റും ഇരുട്ട് മാത്രം, ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോടാണോ സംസാരിക്കുന്നത്? ചുറ്റും ഇരുട്ട് മാത്രം. ഇന്ന് ചിലർ അങ്ങനെയാണ്. ഇന്ന് ചിലർ അങ്ങനെ തന്നെയാണ്. ദൈവമേ, നീ തന്ന സ്വപ്നം എവിടെ? നീ തന്ന സ്വപ്നം എവിടെ? ശ്രദ്ധിക്കണം, വചനത്തിൽ ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്നറിയണ്ടേ? യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ജയിൽ മുറി ആമേൻ ശൂന്യമല്ലായിരുന്നു. അവിടെ മനുഷ്യൻ ഇല്ലാതിരുന്നാലും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആമേൻ. ഒറ്റപ്പെടൽ ദൈവത്തിന്റെ അഭാവമല്ല, അത് ദൈവത്തിന്റെ ഒരുക്കമാണ്. ഹല്ലേലൂയ. ആമേൻ. 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 ജയിൽ പരിശീലന കേന്ദ്രമായിരുന്നു. ആമേൻ. യോസേഫ് ആമേൻ സിംഹാസനത്തിലേക്ക് നേരെ പോയില്ല. ആമേൻ. ജയിൽ അവനെ അതിനുവേണ്ടി തയ്യാറാക്കി. ആമേൻ. സഹനം പഠിപ്പിച്ചു. ആമേൻ. വിനയം പഠിപ്പിച്ചു.
ആത്മവിശ്വാസമല്ല, ആമേൻ, ദൈവവിശ്വാസം അവനെ പഠിപ്പിച്ചു. ആമേൻ, ജയിൽ മുറി അടച്ച വാതിൽ പോലെ തോന്നിയെങ്കിലും അത് ആമേൻ രാജധാനിയിലേക്കുള്ള പാതയായിരുന്നു. പ്രിയരേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ദൈവം ചിലരോട് ആമേൻ ഇടപെടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ആമേൻ, നിന്റെ ഒറ്റപ്പെട്ട മുറി ശൂന്യമല്ല. ആമേൻ, നിന്റെ കണ്ണുനീർ ആമേൻ ദൈവം കാണുന്നു. ആമേൻ, നിന്റെ മേൽ തെറ്റായ ആരോപണങ്ങൾ വന്നാലും ദൈവത്തിന്റെ അനുകൂലം നിനക്കുണ്ട്. മനുഷ്യൻ നിന്നെ മറന്നാലും ദൈവം നിന്നെ സ്ഥാനക്കയറ്റത്തിനായി തയ്യാറാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ജയിൽ നിന്നെ തകർക്കാനല്ല, അത് ഉയർത്താനാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? ആമേൻ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് ആമേൻ എന്നെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Jesus. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിയോഗം തരികയാണ്. നിയോഗത്തിനനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഒറ്റപ്പെടലിൽ കഴിയുന്നവർക്ക് നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ. ജയിൽ മുറി പോലെ തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ കൃപ ഹല്ലേലൂയ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. യോസേഫിനോട് കൂടെ ആയിരുന്ന ദൈവമേ, ഇന്ന് ഈ പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളോടും കൂടെ ഇരിക്കണമേ. അമ്മേ, അമ്മേ. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം, ആമേൻ, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കുക. വേഗത്തിൽ വായിക്കുക. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ശ്രദ്ധിക്കണം. മതി യഹോവേ, എന്റെ ജീവനെ എടുത്തു കളക. ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ, പ്രത്യേക സാഹചര്യത്തിലൂടെ ഭക്തനായി ഏലിയാവ് കടന്നുപോയപ്പോ ഏലിയാവ് പറയാ, മതി ആമേൻ യഹോവേ, എന്റെ ജീവനെ അങ്ങ് എടുത്തു കളക. ഇന്ന് രാത്രി ആമേൻ വിളിയുള്ള, ആമേൻ ശുശ്രൂഷയുള്ള, ആമേൻ അതെ അനേകരെ നേർവഴിയിലേക്ക് നയിക്കുന്ന സ്തോത്രം ദൈവിക ശുശ്രൂഷകൻ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വന്ന ചില സിറ്റുവേഷന്റെ മുമ്പിൽ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ആമേൻ പറയുക, മതി യഹോവേ, എന്റെ ജീവനെ അങ്ങ് എടുത്തു കളക, മരിച്ചാ മതി. പക്ഷേ അല്പം കഴിഞ്ഞപ്പോ ഒരു ഭൂകമ്പം. ആ ഭൂകമ്പത്തിന്റെ നടുവിൽ ആരുണ്ടായില്ല? യഹോവ ഉണ്ടായില്ല. ആമേൻ സ്തോത്രം. തീ ഉണ്ടായി, അതിലും യഹോവ ഉണ്ടായില്ല. അല്പം കഴിഞ്ഞപ്പോ ഒരു മൃദസ്വരം. ഹല്ലേലൂയ. ആമേൻ. മൃദസ്വരമായ ശബ്ദം. ഹല്ലേലൂയ. ആമേൻ. എന്തായിരുന്നു ആ ശബ്ദം? ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്ത് നിന്ന് ഏലിയാവ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? അപ്പൊ അവനും ഇപ്പോൾ ഒരു ഗുഹയുടെ അകത്ത് ഏകാന്തതയിൽ
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയരേ, ഇത് ഒരു ദുർബലന്റെ കഥയല്ല, ഇതൊരു മഹാപ്രവാചകന്റെ അനുഭവമാണ്. അവന്റെ ഉള്ളിന്റെ രോദനമാണ്, ഉള്ളിന്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. ആമേൻ. വിജയത്തിന് ശേഷം വന്ന തകർച്ച. ആമേൻ. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം, ആമേൻ, വലിയ ദൈവ പ്രവൃത്തിക്ക് ശേഷം വന്ന തകർച്ച. ആമേൻ. ഏലിയാവ് അഗ്നി ഇറക്കി വെച്ച പ്രവാചകനാണ്, അത്ഭുതങ്ങൾ കണ്ടവൻ. ഹല്ലേലൂയ. ആമേൻ. ജനങ്ങൾ ആമേൻ യഹോവ ദൈവമെന്ന് വിളിച്ച നിമിഷം കണ്ടവൻ. ഹല്ലേലൂയ. എന്നാൽ അത്രമാത്രം ശുശ്രൂഷ ആമേൻ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച അഭിഷക്തന്റെ ജീവിതത്തിൽ എന്താ കാണുവാൻ കഴിഞ്ഞത്? ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരു വലിയ ഭീഷണി. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭീഷണി അവനെ ഭയത്തിലേക്ക് നയിക്കുകയാണ്. ആമേൻ. അവനെ ആമേൻ അതേ മരുഭൂമിയിലെ ഏകാന്തതയിലേക്ക് എത്തിക്കുകയാണ്. സ്തോത്രം. നോക്കണേ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്തൻ, ആമേൻ, തീ കൊണ്ട് ഉത്തരവരുളുന്ന ദൈവത്തെ വെളിപ്പെടുത്തിയവൻ, ആമേൻ, ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ, ആമേൻ, സ്ത്രീയുടെ ഭീഷണി വാക്കിന്റെ മുമ്പിൽ ഭയം കയറിയപ്പോൾ അവൻ മരുഭൂമിയിലെ ഏകാന്തതയുടെ ആമേൻ അനുഭവത്തിലേക്ക് ചെന്നിട്ട് അവൻ പറയുക, മതി കർത്താവേ, എന്റെ ജീവിതം അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എന്റെ ജീവൻ എടുത്തു കളക. ആമേൻ എന്ന നിലവിളി. ആമേൻ. വലിയ ശുശ്രൂഷകർ, ആമേൻ, ഹല്ലേലൂയ, ആത്മീയ പോരാട്ടങ്ങൾ ഉണ്ടാകാം കേട്ടോ. ഹല്ലേലൂയ. വിജയത്തിന് പിന്നാലെ ചിലപ്പോൾ വിഷാദം വരാം. ഹല്ലേലൂയ. ദൈവം ശാസിച്ചില്ല. ആമേൻ. ശാസിക്കുന്നതിന് പകരം എന്താ ചെയ്തെന്നറിയാമോ? ദൈവം ശുശ്രൂഷിച്ചു. ആമേൻ. ശ്രദ്ധിക്കൂ, ദൈവം അവനെ കുറ്റപ്പെടുത്തിയില്ല. ആമേൻ. ദൈവം ആദ്യം എന്താ ചെയ്തത്? സ്തോത്രം. ഹല്ലേലൂയ. അവനെ ഏലിയാവേ എന്ന മൃദസ്വരത്തിൽ വിളിച്ച്, നിനക്ക് എന്തിവിടെ കാര്യം? അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന അവന് ഭക്ഷണം എന്ത് ചെയ്തു? കൊടുത്തു. ഏലിയാവേ, ഒരു ഭാഗത്ത് നിനക്ക് ഭീഷണി, ഒരു ഭാഗത്ത് നിനക്കെതിരെ ശബ്ദകോലാഹലങ്ങൾ. ആമേൻ. അതിന്റെ നടുവിൽ നിന്നെ കുറ്റപ്പെടുത്തുന്നവരുള്ളപ്പോഴും നിന്നെ ആമേൻ അഭിഷേകം ചെയ്ത, നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവം, ആമേൻ, നിന്റെ അരികിൽ വന്ന് നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, നിന്നെ മൃദസ്വരം കേൾപ്പിച്ച് നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിനക്ക് മൃഷ്ടാന ഭോജനം തരികയാണ്. സ്വത്രം. ഏലിയാവേ, നിന്നെ വിളിച്ചോണ്ട് പോയി ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. മറുഭാഗത്ത് ഭീഷണിയും, മറുഭാഗത്ത് ഭയവും, മറുഭാഗത്ത് ജീവിതം മതി എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള അവൻ വിഷയങ്ങളും അരങ്ങേറുമ്പോ അവിടെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല നീ. മരുഭൂമിയിൽ അവൻ നിനക്ക് അവൻ ഭക്ഷണം ഒരുക്കുന്ന ക്രമീകരണവുമായി അവൻ ദൈവം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവം ശാസിച്ചില്ല, ശുശ്രൂഷിക്കുകയാ. ശ്രദ്ധിക്കൂ, ദൈവം അവനെ കുറ്റപ്പെടുത്തിയില്ല. ദൈവം ആദ്യം എന്ത് ചെയ്തു? അവനോട് സംസാരിക്കുകയാ മൃദുസ്വരത്തിൽ. ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണ്? സോഫ്റ്റ് ആയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അകത്ത് ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരമൊക്കെ സോഫ്റ്റ് ആയിട്ടായിരിക്കും. അകത്ത് ദൈവം ഇല്ലെങ്കിൽ നമ്മുടെ സംസാരം ആമേൻ മുറിവേൽപ്പിക്കുന്ന വിധത്തിലായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവിന് ഇപ്പോ ഭക്ഷണം കൊടുക്കുന്നത് ആരാ? ദൂതനാണ്. ആമേൻ. ദൂതനാരാ? ദൈവത്തിന്റെ വചനം, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം പറയുന്നത് പോലെ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ ദൂതൻ ഭക്ഷണം കൊടുത്തു. ആമേൻ. വീണ്ടും വിശ്രമിപ്പിച്ചു. ഇത് വലിയ ഒരു ആത്മീയ സത്യമാണ് നമുക്ക് നൽകി തരുന്നത്. ആമേൻ. ദൈവം നിന്റെ ക്ഷീണം മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ശരീരത്തിന്റെ ക്ഷീണം ദൈവം മനസ്സിലാക്കിയിട്ട് ആ ശരീരത്തെ ബലപ്പെടുത്തുവാനുള്ള ആമേൻ നല്ല പ്രോട്ടീനുള്ള നല്ല ആമേൻ ആഹാരം നിനക്ക് എന്ത് ചെയ്യുന്നേ? എവിടെയാ? മരുഭൂമിയിൽ. സ്വത്രം.
ആമേൻ. നീ മരുഭൂമിയിലായിരിക്കാം. ആമേൻ. അവിടെ നിനക്ക് ആമേൻ ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിന്റെ ഭാര്യയില്ല, ആമേൻ, നിന്റെ അപ്പനില്ല, നിന്റെ അമ്മയില്ല, ആമേൻ, നിന്റെ കൂടപ്പിറപ്പില്ല. പക്ഷെ ദൈവത്തിന്റെ ദൂതനെ അവിടെ ഭക്ഷണവുമായിട്ട് എത്തിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഏലിയാവേ, നിനക്ക് മുമ്പിൽ ഭീഷണിയുണ്ട്. ഏലിയാവേ, നിനക്ക് മുമ്പിൽ വെല്ലുവിളിയുണ്ട്. ഏലിയാവേ, നിന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ അവിടെ തന്നെ നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Hallelujah. ഇന്ന് രാത്രി വേദനയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഒരു പക്ഷേ നീ നാളുകളായി ശുശ്രൂഷയിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. ഇന്ന് നീ ആരുടെയോ വാക്കിന് മുമ്പിൽ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. നിന്റെ തകർച്ച കാണുവാൻ ഇന്നലകളിൽ തീയിറക്കിയ ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇന്നലെ നിന്റെ ശുശ്രൂഷയിലൂടെ അനേകര് മനസാന്തരപ്പെട്ടിരിക്കാം, അനേകര് ദൈവസഭയുടെ അംഗമായിരിക്കാം. ആമേൻ. അനേകർക്ക് നീ ആശ്വാസവും അനുഗ്രഹമായിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് ആമേൻ നിന്നെ അപമാനപ്പെടുത്തി, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ ഭീഷണിപ്പെടുത്തി, നിന്നെ ഒരു മൂലയിൽ കൊണ്ടുപോയി സ്വയം ജീവിതം അവസാനിപ്പിക്കത്തക്ക നിലവാരത്തിലേക്ക് ദുഷ്ടരായവൻ നിന്നെ വലിച്ചിടച്ചേക്കാം. അവിടെ തീരേണ്ടവനല്ലേ, അവിടെ മൃതസ്വരവുമായി വന്ന് ആമേൻ നിനക്ക് നിന്റെ ശരീരത്തിന് ബലം ആമേൻ പ്രാപിപ്പാൻ ആകാരവുമായി വന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദൈവം നിന്റെ ക്ഷീണം മനസ്സിലാക്കുന്നു. ആമേൻ. ദൈവം ക്ഷീണം മനസ്സിലാക്കുന്നു. പക്ഷെ കൂടെയുള്ള മനുഷ്യന് ക്ഷീണം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. Praise the Lord. Hallelujah. ആമേൻ. അവൻ ആദ്യം നിന്റെ ശരീരത്തെയും മനസ്സിനെയും പുനഃസ്ഥാപിക്കും. Praise the Lord. Hallelujah. ആദ്യം ആമേൻ ശരീരത്തെ, പിന്നെ മനസ്സിനെ ഹല്ലേലൂയ പുനഃസ്ഥാപിക്കും. ആമേൻ. ഹല്ലേലൂയ. കാറ്റിലും ഭൂകമ്പത്തിലുമല്ല ആമേൻ ഏലിയാവ് ഹോരേബ് പർവ്വതത്തിൽ നിന്നപ്പോൾ ആമേൻ ശക്തമായ കാറ്റ്, ആമേൻ, ഭൂകമ്പം, ആമേൻ, അഗ്നി, പക്ഷേ ദൈവം അവയിൽ ഇല്ലായിരുന്നുവെന്ന്. Praise the Lord. ശേഷം ആമേൻ മൃദുസ്വരമായ ശബ്ദം. ഒറ്റപ്പെടലിൽ ശബ്ദങ്ങൾ കുറയുമ്പോൾ ആമേൻ. എന്തിനായി ഒറ്റപ്പെടുത്തുന്നറിയാം? എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ കാണാം, അല്ലേ? ഈ കാക്കക്കുട്ടി കല്ലെറിഞ്ഞതുപോലെ സ്തോത്രം. ഈ സംസാരിച്ചോണ്ടിരിക്കും. ആമേൻ. പകല് മുഴുവൻ ജോലി, അല്പസമയം കിട്ടിയാൽ സംസാരം. ദൈവവുമായിട്ട് സംസാരിക്കാൻ സമയമില്ല. Praise the Lord. Hallelujah. ആമേൻ. ശ്രദ്ധിച്ചേ, ആമേൻ. ദൈവം അഗ്നിയിലില്ലായിരുന്നു, ഭൂകമ്പത്തിലില്ലായിരുന്നു, ശക്തമായ കാറ്റിലില്ലായിരുന്നു. ആമേൻ. അതിന്റെ ശേഷം മൃദുവായ ശബ്ദം. ആമേൻ. ഒറ്റപ്പെടലിൽ ശബ്ദങ്ങൾ കുറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കുവാനിടയാണ്. Praise the Lord. ആമേൻ. നിന്റെ മരുഭൂമി നിന്റെ നാശത്തിനല്ല, ആമേൻ, നിന്റെ ദൈവ അനുഭവത്തിനായിട്ടാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ചിലരോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, മതി എന്ന് പറയുന്ന ആത്മാവ് തകരട്ടെ. ആമേൻ. മതി എന്ന് പറയുന്ന ആത്മാവ് തകരട്ടെ. ആത്മഹത്യ എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ, നിന്റെ അകത്ത് ഭീഷണിയും ഭയവും കൊണ്ടിട്ട് നിന്നെ തകർക്കുവാൻ നോക്കുന്ന മതി എന്ന് പറയുന്ന ആത്മാവ് തകരട്ടെ. ഹല്ലേലൂയ. ആത്മഹത്യ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ പിന്മാറട്ടെ. ആമേൻ. ക്ഷീണിച്ച ആത്മാക്കൾ ദൈവത്തിന്റെ മൃദുസ്വരം കേൾക്കട്ടെ. നിന്റെ മരുഭൂമിയിൽ ഒരു പുതിയ ദൗത്യം ജനിക്കുന്നു. ദൈവം ഏലിയാവിനോട് ചോദിച്ചു, ഇവിടെ നീ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഇവിടെ നീ എന്ത് ചെയ്യുന്നു? ആമേൻ. ഹല്ലേലൂയ. അത് കുറ്റപ്പെടുത്തലല്ല, ആമേൻ, പുതിയ നിയമനത്തിന്റെ തുടക്കമാണ്. ഇന്ന് രാത്രി ഒരു പുതിയ നിയമനത്തിന്റെ തുടക്കത്തിലേക്ക് ചിലരെ ദൈവം നയിക്കുകയാണ്. ഇന്ന് രാത്രി നീ ഏകാന്തതയിലായിരിക്കുന്നത് എന്തിനെന്ന് പലവട്ടം നീ ചോദിച്ചില്ലേ? ആമേൻ. നീ എന്തിന് ഇങ്ങനായി? എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു? ആമേൻ. ഹല്ലേലൂയ. ഭാര്യ ഭർത്തൃ ബന്ധം. ദാവീദിന് ഭാര്യ ഉണ്ടായിരുന്നു, എന്നാൽ ദാവീദ് പലപ്പോഴും ഒറ്റപ്പെട്ടു
ഇഷ്ടപ്പെട്ടു കേട്ടോ. ആമേൻ. ഭാര്യ ആമേൻ അതെ ചോദിക്കുകയാണ്, എന്തിനിങ്ങനെ ദൈവത്തെ സ്തുതിക്കണം? ആമേൻ. ഇന്ന് രാത്രി ഒരുപക്ഷെ അതെ ദാവീദിന്റെ ഭാര്യയായ മീകള് സംസാരിക്കുന്നത് പോലെ നിന്നോട് സംസാരിക്കുന്നത് നിന്റെ ഭർത്താവായിരിക്കാം. ആമേൻ. ഒരുപക്ഷെ ഭാര്യയായിരിക്കാം. ആമേൻ. ദൈവവുമായി അഭേദ്യ ബന്ധത്തിലേക്ക് ചുവടുവെക്കുന്ന ദാവീദിനെ ഇല്ലായ്മ ചെയ്യുക, അവനെതിരെ ആമേൻ കച്ചകെട്ടിറങ്ങിയ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി ഉള്ളപ്പോഴും അവനോട് കൂടെ ഇരുന്ന് അവന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമായ കാലുകളാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ദാവീദേ നിനക്കെതിരെ വെല്ലുവിളി ഉയരുമ്പോ, നിനക്കെതിരെ അസഭ്യ വർഷങ്ങൾ അതേ വർഷിപ്പിക്കുമ്പോ ആമേൻ നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി ആ ആത്മീയ സാന്നിധ്യം അനുഭവിക്കുന്ന ദാവീദുമാർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. കാട്ടിൽ കിടക്കുന്ന ദാവീദിന്റെ കരങ്ങളിൽ രാജകീയ സിംഹാസനത്തിലേക്ക് എത്തിച്ച രാജകീയ ദണ്ഡ പിടിപ്പിച്ച ദൈവം ആമേൻ അവന്റെ വളർച്ചയെ മുൻകണ്ടുകൊണ്ട് അവനെ തകർക്കാൻ നോക്കുന്ന സകല മേഖലയ്ക്കകത്ത് നിന്നും അവനെ പുറത്തെടുത്ത ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യോസേഫേ ആമേൻ. നിന്റെ സഹോദരങ്ങൾ കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞതുപോലെ നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരെ സാമ്പത്തികമായി നിന്നെ ഞെരുക്കുവാൻ നോക്കി, നിന്നെ കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞതുപോലെ നിന്നെ ഒഴിവാക്കി നീ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ആമേൻ. ഇറങ്ങി തിരിച്ചിട്ട് വിടാതെ കണ്ട് ആമേൻ യോസേഫിനെ അപമാനിച്ച് ആമേൻ അതെ പോത്തിഫേറിന്റെ ഭാര്യ ഉടുതുണി പിടിച്ചു വെച്ച് ആമേൻ സ്ത്രീ പീഡനത്തിൽ കുടുക്കാൻ നോക്കിയതുപോലെ ആമേൻ നിനക്കെതിരെ അപവാദം പറഞ്ഞ് നിന്നെ കുടുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. 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 ഏലിയാവേ മതി എന്ന് പറഞ്ഞ് ആത്മീയ ശുശ്രൂഷയിൽ ശക്തമായി നിന്ന് ഏലിയാവിനെ തേജോവധം ചെയ്ത് ആമേൻ ഭീഷണി മുഴക്കി ഒതുക്കാൻ നോക്കിയതുപോലെ വാക്കുകളുടെ ശരം തൊടുത്തുവിട്ട് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ മൃദുസ്വരവുമായി വന്ന് ആമേൻ അതേ മരുഭൂമിയിൽ ആമേൻ ദൂതന്റെ കയ്യിൽ ക്ഷീണിച്ചിരിക്കുന്ന ഏലിയാവിന് ഭക്ഷണം ഒരുക്കിയതുപോലെ ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിനക്ക് ദൂതന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തുവിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നീ തീരേണ്ടവനല്ല. ഇന്ന് രാത്രി ഒരു പുതിയ ദൗത്യം ജനിക്കുന്നു. ചില കാതുകളിൽ മൃദുസ്വരം കേൾക്കുകയാ. ആമേൻ. ഒരു പുതിയ ദൗത്യം ജനിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, ഇവിടെ നീ എന്ത് ചെയ്യുന്നു? ആമേൻ. അത് കുറ്റപ്പെടുത്തലിന്റെ അധികാരത്തിന്റെ ചോദ്യമല്ലായിരുന്നു, അത് പുതിയ നിയമത്തിന്റെ തുടക്കമാണ്. ആമേൻ. ഇവിടെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവിനെ നിയോഗിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവേ, ക്ഷീണിച്ച ഹൃദയങ്ങളെ സ്പർശിക്കണമേ. മതി എന്ന് പറയുന്നവർക്ക് ഇനി തുടക്കമെന്ന് നീ പറയണമേ. മൃദുസ്വരത്തിൽ സംസാരിക്കുന്ന ദൈവമേ, ഇന്ന് ജീവിതങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. 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 മത്തായി സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം. ആമേൻ. മാനവരാശിയുടെ ആമേൻ രക്ഷയ്ക്ക് വേണ്ടി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ നിത്യനാശത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ കരവലയത്തിനകത്ത് നിന്ന് വിടുവിച്ച് നിത്യ രാജ്യത്തിന് അവകാശിയാക്കുവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശു ഒറ്റപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം വായിച്ചാൽ, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട് എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ?
പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആമേൻ, ഹല്ലേലൂയ. യേശു ആമേൻ ഒറ്റപ്പെട്ട വഴിയിലൂടെ ഹല്ലേലൂയ സഞ്ചരിച്ചത് ആമേൻ നമുക്ക് രക്ഷയായി തീർന്നു വന്നു. ഹല്ലേലൂയ. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ആമേൻ, ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ അടുക്കലേക്ക് ആമേൻ അവൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ആമേൻ, ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരെ ഉറങ്ങുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്നവരെ അവൻ കാണുകയാണ്. ആമേൻ, ഉറക്കത്തിലേക്ക് ആമേൻ അതേ പോകുന്നവരെ അവൻ കാണുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ഗദസമനയിൽ ആമേൻ അതേ യേശു എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടു. സഹയാത്രകരെല്ലാം ഉറങ്ങി. കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ ഉറങ്ങി. ഇപ്പോഴും ഗദസമനയിലാകട്ടോ. അവൻ രക്തം പോലെ വിയർപ്പ് ചൊരിഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു. പ്രിയരേ, മനുഷ്യ പിന്തുണ അവസാനിക്കുന്നിടത്ത് ദൈവിക ദൗത്യം ശക്തമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. കൂടെയുള്ളവരെല്ലാം ആമേൻ ഉറങ്ങി തുടങ്ങിയപ്പോ രക്തം പോലെ വിയർപ്പ് ചൊരിഞ്ഞ് പ്രാർത്ഥിച്ച തന്റെ പുത്രനെ ശക്തീകരിക്കുന്ന ആത്മാവാണ്. മത്തായി സുവിശേഷം 27:46 വായിക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഇന്ന് രാത്രി ആ വീട്ടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ കരയുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. മത്തായി സുവിശേഷം 27:46 ഇങ്ങനെ വായിക്കുന്നു, ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. എത്രയോ രാത്രികളിൽ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവിക സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി ദാസരൂപമെടുത്ത് 33.5 തിരുവയസ്സു വരെ ഈ ഭൂമിയിൽ ജീവിച്ച യേശു കർത്താവിന്റെ അവസാന നാൾ അടുത്തപ്പോൾ ഗദസമനയിൽ പ്രാർത്ഥനാ റൂമിനകത്ത് അവൻ ഉരുവിട്ട പദങ്ങളാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ക്രൂശിലെ ആ നിലവിളി നമ്മുടെ ഏകാന്തതയുടെ വില കൊടുത്ത നിലവിളിയാണ്. അവൻ അനുഭവിച്ച ദൈവം ആമേൻ കൈവിട്ടു എന്ന് തോന്നുമാറ് ആ ജീവിതത്തിന്റെ പോക്ക് ആമേൻ അന്ധകാര നിബിഡമായ നിമിഷം ഇരുട്ട് ആമേൻ സൂര്യൻ ഇരുണ്ടുപോയി. അത് നമുക്ക് ശാശ്വത സാന്നിധ്യം ലഭിക്കേണ്ടതിനായിരുന്നു. പ്രിയരെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16:32. ഗ്ലോറി ടു ഗോഡ് ജീസസ്. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ
വിടുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ചെയ്യുന്ന നാഴിക വരും. വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. ഞാൻ ഏകൻ അല്ല താനും. ആമേൻ. നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കി പോകും, എങ്കിലും ഞാൻ ഒറ്റയല്ല. പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതാണ് രഹസ്യം. ആമേൻ. യേശു ആമേൻ പുറത്തായി, ഒറ്റപ്പെട്ടെങ്കിലും ആന്തരികമായി പിതാവിനോടൊപ്പമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ശനിയാഴ്ചയുടെ നിശബ്ദത, ഞായറാഴ്ചയുടെ ഉയർപ്പ്. ആമേൻ. ഒറ്റപ്പെട്ട കുരിശ് ആമേൻ ശൂന്യ ഖബറായി മാറി. ഹല്ലേലൂയ. സമകാലിക സംഭവങ്ങൾ ആമേൻ ഇന്ന് രാത്രി നമ്മോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം. ആമേൻ. ആമേൻ. മത്തായി സുവിശേഷം 24:12. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. അധർമ്മം പെരുകുന്നത് കൊണ്ട് ആമേൻ. ഈ കാലഘട്ടത്തിൽ നാം കാണുകയും കേട്ടുകൊണ്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ വിലയിരുത്തി ഇന്ന് രാത്രി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. വായിച്ചാട്ടെ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അന്യായം വർദ്ധിച്ചതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ അനേകരെന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് ആമേൻ അധർമ്മം പെരുകുന്നത് കൊണ്ട്, അധർമ്മം എന്ന് വെച്ചാൽ എന്താ? അന്യായം, ന്യായമല്ലാത്തതിന്റെ ഓപ്പോസിറ്റ്. അന്യായം വർദ്ധിച്ചതിനാൽ അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തു പോകും. ഭാര്യയുടെ സ്നേഹം കുറഞ്ഞോ? ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞോ? മക്കളുടെ സ്നേഹം കുറഞ്ഞോ? അപ്പന്റെ അമ്മയുടെ സ്നേഹം കുറഞ്ഞോ? മക്കളുടെ സ്നേഹം കുറഞ്ഞോ? ഹല്ലേലൂയ. ഇതെപ്പോ സംഭവിക്കും? മനുഷ്യപുത്രന്റെ വരവിന് മുന്നോടിയായി ആമേൻ ഇതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ 2-ാം ലേഖനം ആമേൻ 3-ാം അധ്യായം 1-ാം വാക്യം, അവസാന നാളുകളിൽ 2 തിമോഥെയോസ് 3:1 വേഗത്തിൽ വായിച്ചു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് ആമേൻ അവസാന നാളുകളിൽ ദുർഘട സമയം വരും എന്ന് വെച്ചാൽ കഠിന കാലങ്ങൾ വരുമെന്ന്. മനുഷ്യർ സ്വസ്നേഹികളും കണ്ടോ? സ്വസ്നേഹികൾ എന്ന് പറഞ്ഞ സ്വന്തം കാര്യം അല്ലെ? ദൈവ്യാഗ്രഹം, പണം വേണം, വമ്പ് പറയുന്നവരും, പണത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്, പൈസ കിട്ടാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരുണ്ട്. ഇത് ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഈ അവസാന കാലത്തിന്റെ ആമേൻ ലക്ഷണമാണ്. ഹല്ലേലൂയ. ആമേൻ. പൈസയ്ക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവർ. ഹല്ലേലൂയ. ആമേൻ. ടെക്നോളജി വർദ്ധിച്ചു, പക്ഷെ ഹൃദയബന്ധങ്ങൾ കുറഞ്ഞു. എന്താ ടെക്നോളജി? ആമേൻ. മൊബൈൽ അല്ലേ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്. ഹല്ലേലൂയ. ടെക്നോളജി വർദ്ധിച്ചു, പക്ഷേ ഹൃദയബന്ധങ്ങൾ എന്ത് ചെയ്തു? കുറഞ്ഞു. സംസാരങ്ങൾ കൂടുതലായി. സംസാരിച്ച് ആമേൻ ഹല്ലേലൂയ പ്രശ്നങ്ങൾ വഷളാകുന്നതല്ലാതെ ആമേൻ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പരിഹരിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഹൃദയബന്ധങ്ങൾ കുറഞ്ഞു. ടെക്നോളജി വർദ്ധിച്ചപ്പോ 2 ധ്രുവങ്ങളിൽ ഇരുന്ന് സംസാരിക്കുക. ഹല്ലേലൂയ. സംസാരം എന്തായി? കൂടുതലായി, പക്ഷെ കേൾക്കുന്നവർ കുറവായി. പറയുന്ന കാര്യം കേൾക്കാൻ ആർക്കും എന്തില്ല? സമയമില്ല, താല്പര്യമില്ല. ആമേൻ. പറയാനാണ് താല്പര്യം. ഹല്ലേലൂയ. സംസാരങ്ങൾ കൂടുതലായി, പക്ഷെ കേൾക്കുന്നവർ കുറവായി. എന്നാൽ കേൾക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:7 ആമേൻ നാം വായിച്ചതാണ്. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ വേഗത്തിൽ. ഹല്ലേലൂയ.
അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അല്പ നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തോളൂ. ഞാൻ നിന്നെ ചേർത്തുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അല്പ നിമിഷത്തേക്ക് മാത്രമാണ് ഞാൻ നിന്നെ എന്ത് ചെയ്തത്? ഉപേക്ഷിച്ചത്. ആമേൻ. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? മഹാകരുണ കൊണ്ട് ഞാൻ നിന്നെ ചേർക്കുവാനാണ്. ഹല്ലേലൂയ. ചെറിയ നിമിഷം മാത്രം. ഹല്ലേലൂയ. അല്പസ്വല്പ വേദനയൊക്കെ ജീവിതം കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മഹാകരുണ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനാ. അതാ ശാശ്വതം. ആമേൻ. നിന്റെ ഏകാന്തത ശാശ്വതമല്ല, ദൈവത്തിന്റെ കരുണയാണ് ശാശ്വതം. ഹല്ലേലൂയ. കരുണ ശാശ്വതമാണ്. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം ആമേൻ 28-ാം വാക്യത്തിലൂടെ ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. അവനത് അവന്റെ മേൽ വച്ചിരിക്കുകൊണ്ട്, ശരിക്കും വായിക്കും. അവനത് അവന്റെ മേൽ വച്ചിരിക്കുകൊണ്ട്, അവൻ അത് അവന്റെ മേൽ വച്ചിരിക്കുകൊണ്ട്, അവന്റെ മേൽ വെച്ചിരിക്കുകൊണ്ട് അവൻ തനിച്ചു മൗനമായിരിക്കട്ടെ. അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ഒറ്റയ്ക്കിരുന്നു. ആമേൻ. മിണ്ടാതിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് ഒന്നും കൂടെ വായിച്ചേ. അവനത് അവന്റെ മേൽ വച്ചിരിക്കുകൊണ്ട് അവൻ തനിച്ചു മൗനമായിരിക്കട്ടെ. അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. സ്തോത്രം. അവൻ ഒറ്റയ്ക്കിരുന്ന് മിണ്ടാതെ ഇരിക്കും. ആമേൻ. ഒറ്റപ്പെടൽ ഒരു ശിക്ഷയല്ല, ആമേൻ, ഒരു പരിശോധനയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വിളിയാണ്. ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്നും ആശ്വാസകാലങ്ങൾ വരികയും. നമുക്കറിയാം, അപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ അപ്പനോട് ലഭിക്കേണ്ടതെല്ലാം വാങ്ങി ഒറ്റ പോക്ക, അല്ലേ? അവൻ അവസാനം എത്തപ്പെട്ടത് ഏകാന്തതയിലാണ്. ആമേൻ. അവന്റെ നല്ല സമയത്ത് അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നപ്പോൾ ഒത്തിരി ബന്ധങ്ങളുണ്ടായിരുന്നു, അല്ലെ? പണമൊക്കെ തീർന്നപ്പോ ബന്ധങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. അപ്പൊ ചിലര് ബന്ധം സ്ഥാപിക്കുന്നത് പണത്തിന്റെ പേരില്ല. പണമില്ലെങ്കിൽ ബന്ധമില്ല. അപ്പന്റെ ഇളയ മകനെ അപ്പ എനിക്ക് കിട്ടേണ്ടതൊക്കെ തരണമെന്ന് പറഞ്ഞപ്പോ അപ്പം കൊടുത്തു. ആ അപ്പന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്നവന്റെ കൂടെ കൂടാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കൂടിയത് എന്തിന്റെ ബലത്തിലാണെന്നറിയോ? പണത്തിന്റെ ബലത്തിലാണ്. നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിന്റെ കൂടെ കൂടാൻ ആളുകൾ ഉണ്ടാകും. നിന്റെ കൂടെ പണമില്ലെങ്കിൽ ചിലപ്പോ ഭാര്യ പോലും, അല്ലെ? യോബിന്റെ ഭാര്യ പറഞ്ഞത് എന്താ? സ്തോത്രം. നന്മയൊക്കെ നഷ്ടപ്പെട്ടപ്പോ ആമേൻ പോയി ചത്ത് കളയാനാ പറഞ്ഞത്. ഇന്നും ഇതുപോലെ പെരുമാറുന്ന വ്യക്തികളൊക്കെ ഉണ്ട്, അല്ലേ? സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നത് മാനസാന്തരപ്പെടാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സന്ദേശം പര്യവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആമേൻ ചില മാനസാന്തരങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതേ, മാനസാന്തരം പ്രാപിച്ച് തിരിഞ്ഞുകൊള്ളുവീൻ. ഒറ്റപ്പെട്ട സമയം മാനസാന്തരത്തിന്റെ വാതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഏകാന്തതയിൽ ഇരുന്ന് ആമേൻ ചില മേഖലകൾ തിരുത്തുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ആമേൻ. മാനസാന്തരം പ്രാപിച്ചു തിരിഞ്ഞുകൊള്ളുവീൻ. ഒറ്റപ്പെട്ട സമയം മാനസാന്തരത്തിന്റെ വാതിലാണ്. ആമേൻ. നീ ദൈവത്തിൽ നിന്ന് അകന്നോ? പ്രാർത്ഥന ഉപേക്ഷിച്ചോ? ഹല്ലേലൂയ. ആമേൻ. ഹൃദയം തണുത്തോ? ഇന്ന് തിരിഞ്ഞു വരൂ. ശൂന്യത കൃപ കൊണ്ട് നിറയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം ലോകത്തെ ഇങ്ങനെയാ സ്നേഹിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എങ്ങനെയാ? തന്റെ ജീവനെ നൽകി. ദൈവസ്നേഹം അതാ. ഹല്ലേലൂയ. ഒരുവന് വേണ്ടി തന്റെ ജീവനെ വെച്ചിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. ആമേൻ. ഇപ്പോഴുള്ള കഷ്ടങ്ങൾ വരുവാനുള്ള മഹത്വത്തോട് താരതമ്യം ചെയ്യുവാൻ യോജിച്ചതല്ല. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ വരുവാനുള്ള ആ മഹത്വത്തോട് എന്ത് ചെയ്യരുത്? താരതമ്യം ചെയ്യുവാൻ യോജിച്ചതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് വരുവാനുള്ള മഹത്വത്തെ ആമേൻ മനസ്സിലാക്കി ജീവിപ്പാനിടയാകണം. വെളിപ്പാട് പുസ്തകം ആമേൻ 21-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വേഗത്തിൽ വായിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-4. അവനവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ആമേൻ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഭൂമിയിൽ ഒറ്റപ്പെട്ട ഹല്ലേലൂയ. ഭൂമിയിൽ എല്ലാം നിനക്കെതിരായ ആമേൻ സഹോദരങ്ങൾ നിന്നെ ആമേൻ അത് കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും പോലും സ്വർഗത്തിൽ ഒരിക്കലും ഒറ്റയല്ല. ക്രൂശിന്റെ വഴി ആമേൻ ആ ഖബറിന്റെ വഴിയല്ല, ഉയർപ്പിന്റെ വഴിയാണ്. ഇന്ന് രാത്രി ഏകാന്തത എന്റെ ശിക്ഷയല്ല. ആമേൻ. എന്റെ ഗുഹ എന്റെ പരിശീലന ശാലയാണ്. എന്റെ ശനിയാഴ്ച എന്റെ ഞായറാഴ്ചയിലേക്ക് മാറും. ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ദൈവം എന്നോട് കൂടെയുണ്ട്. ആമേൻ. ഗെത്സമനയിൽ ആമേൻ ആരംഭിച്ച ആമേൻ ഒറ്റപ്പെടൽ ആമേൻ ഗോൽഗാത്തയിൽ പൂർത്തിയായി. ആമേൻ ശൂന്യക്കബറിൽ ജയമായി. നിന്റെ ജീവിതത്തിലും ഒറ്റപ്പെട്ട കാലഘട്ടം ഉയർപ്പിന്റെ തുടക്കമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 34:18. ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഇന്ന് രാത്രി സമീപസ്ഥനായി നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ മുറിവുകളെ കെട്ടുന്ന ദൈവം, നിന്നെ ശക്തീകരിക്കുന്ന ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം, നിനക്ക് നൽകിയ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, നീ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ വായിച്ചാട്ട് സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഉറക്കമില്ലാത്ത രാത്രികളിൽ കരയുന്ന മക്കളെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. തലയിണ നനയുന്ന കണ്ണുനീർ നീ കാണുന്നുവെന്ന് അവർക്ക് ബോധ്യമാകട്ടെ. അകത്ത് തകരുന്ന ശബ്ദങ്ങൾക്കപ്പുറം ആമേൻ നിന്റെ മൃദുസ്വരം അവർ കേൾക്കട്ടെ. കർത്താവേ, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ നിന്റെ ശക്തിയായ കരങ്ങളിൽ ഉയർത്തണമേ. ഇപ്പോൾ ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ആത്മഹത്യ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. നിരാശയുടെ ആത്മാവ് പിന്മാറട്ടെ. ഉറക്കമില്ലായ്മയ്ക്ക് സമാധാനം വരട്ടെ. ഭയത്തിന് പകരം ദൈവ സാന്നിധ്യം നിറയട്ടെ. പിതാവേ, ശൂന്യത നിറഞ്ഞ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം
ആശ്വാസം ഒഴുകട്ടെ. ആമേൻ. ശനിയാഴ്ചയുടെ നിശബ്ദതയിൽ കുടുങ്ങിയവരെ ഞായറാഴ്ചയുടെ ഉയർപ്പിലേക്ക് നീ കൊണ്ടുപോകണമേ. ഒറ്റപ്പെട്ട മുറികൾ സാക്ഷികളുടെ മുറികളായി മാറട്ടെ. കണ്ണുനീർ സന്തോഷകാലമായി മാറട്ടെ. ഇപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്, ആമേൻ, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ശാന്തിയും ആശ്വാസവും പുനഃസ്ഥാപനവും ഈ നിമിഷം അനുഭവിക്കേണ്ട കർത്താവേ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ ജീവിതങ്ങളെയും എല്ലാ വ്യക്തികളെയും ആമേൻ അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദാവീദിന് വിരോധമായി, യോസഫിന് വിരോധമായി, ഏലിയാവിന് വിരോധമായി, യേശുവിന് വിരോധമായി എഴുന്നേറ്റ എല്ലാ വ്യതകളെയും അതിജീവിച്ചുകൊണ്ട് മഹിമ കണ്ട സാക്ഷിയായി ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചുവടുകളെ വെച്ച് മുന്നേറുവാൻ അവരുടെ മേൽ പകർന്ന ദൈവകൃപ, അവരുടെ മേൽ പകർന്ന ദൈവിക അഭിഷേകം ഇന്ന് രാത്രി വിളി ദർശനവുമുള്ള അവിടുത്തെ ദാസന്മാരുടെ മേൽ പകരുമാറാകണമേ എന്ന് അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തുറന്ന മനസ്സോടെ അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചവരും വരും ദിനങ്ങളിൽ ഈ സന്ദേശം കേൾക്കുവാൻ പോകുന്നവരും അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെടണം. ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ ദിവ്യമായ സമാധാനം പ്രാപിച്ചുകൊണ്ട് നിത്യതയെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. മനസ്സാന്തരപ്പെടേണ്ടവർ മനസ്സാന്തരപ്പെടട്ടെ. ആമേൻ. പ്രത്യാശയോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. നിത്യജീവന് വേണ്ടി ഒരുക്കമുള്ളവരായി വിശുദ്ധിയിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചാണ്. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. വീട്ടിന്മേൽ കുരികിൽ പോലെ ഒറ്റപ്പെട്ടു ഞാൻ നിന്നു. ഉറക്കമില്ല രാത്രികളിൽ കരഞ്ഞുകൊണ്ടിരുന്നു. കേൾക്കുന്നവരാരുമില്ല, മനസ്സിലാക്കാൻ ഒരുവനുമില്ല. പക്ഷേ ആ നിശബ്ദതയിൽ നീ എന്നോട് സംസാരിച്ചു. ജയിലിന്റെ വാതിലുകൾക്കപ്പുറം നീ ഭാവിയൊരുക്കി. കറൂശിലെ ഏകാന്തതയിൽ എന്റെ വില നീ കൊടുത്തു. ശൂന്യ ഖബറിന്റെ പ്രഭാതത്തിൽ എന്റെ പ്രത്യാശ ഉയർന്നു. ഇന്നൻ കണ്ണീർ വിത്താകുന്നു, നാളെ എൻ ജയം പൊട്ടിത്തെളിയും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ നാളെ ജയം പൊട്ടിത്തെളിയും. ആമേൻ. എന്റെ പ്രത്യാശ ഉയർന്നു. ആമേൻ. ഇന്ന് കണ്ണുനീർ വ്യക്താകുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടും കൊയ്തെടുക്കുന്ന ഒരു നല്ല നാള്, ജയത്തിന്റെ നാള് ജീവിതത്തിൽ ആമേൻ വെളിപ്പെടുവാൻ പോകുകയാണ്. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ അയക്കുന്നുവെങ്കിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. See you again. വരും ദിനങ്ങളിൽ ആത്മീയ കൂട്ടായ്മയിൽ പ്രാർത്ഥനയോടെ ദൈവം ആമേൻ അനുവദിക്കുന്നുവെങ്കിൽ ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. അതുവരെ അവിടെവിടങ്ങളിലായി ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ.